കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ കവിത്രയങ്ങളിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് കവിത്രയത്തിന് ശേഷം വന്ന ചങ്ങമ്പുഴ, ഇടപ്പള്ളി, വൈലോപ്പിള്ളി തുടങ്ങിയ ആളുകളുടെ കവിതകളെ പറ്റിയിട്ട്, അവരെ പറ്റി എഴുതിയിട്ടുള്ള ആളുകളെ പറ്റിയിട്ടൊക്കെയാണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നത് ചങ്ങമ്പുഴയെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇടപ്പള്ളിയെ പറ്റിയിട്ടുമാണ് കേട്ടോ. നമുക്ക് കവിത്രയത്തിന് ശേഷം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കവിതകളെ പറ്റി നോക്കാം. ഓക്കെ, ചങ്ങമ്പുഴയുടെ ചങ്ങമ്പുഴയെ പറ്റി എന്തായാലും ചോദ്യങ്ങളുണ്ടായിരിക്കും. അതുപോലെ ചങ്ങമ്പുഴയുടെ ആദ്യ സമാഹാരം ഏതാണെന്നുള്ളതാണ്. അത് ബാഷ്പാഞ്ജലിയാണ്. ബാഷ്പാഞ്ജലിയാണ് ചങ്ങമ്പുഴയുടെ ആദ്യ സമാഹാരം. അതുപോലെ തന്നെ ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴയുടെ പരിഭാഷ ഏതാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം ദേവഗീത എന്നതാണ് കേട്ടോ. ദേവഗീത. ഗീതാഗോവിന്ദത്തിന് ചങ്ങമ്പുഴ നൽകിയിട്ടുള്ള പരിഭാഷയുടെ പേരാണ് ദേവഗീത എന്നത്. അടുത്തത് ചങ്ങമ്പുഴ രചിച്ച നോവൽ. ചങ്ങമ്പുഴ ഒരു നോവലെ രചിച്ചിട്ടുള്ളൂ, അതിൻ്റെ പേര് എന്താണെന്നുള്ളതാണ്. കളിത്തോഴി എന്നതാണ് കേട്ടോ ഉത്തരം. കളിത്തോഴി. ചങ്ങമ്പുഴ രചിച്ച നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിത്തോഴി എന്നതാണ് ഉത്തരം കേട്ടോ. അടുത്ത ചോദ്യം, ആത്മാംശം ഉൾക്കൊള്ളുന്ന ചങ്ങമ്പുഴ കവിത. സ്വന്തം ആത്മാംശം ഉൾക്കൊള്ളുന്ന ചങ്ങമ്പുഴ കവിത ഏതാണെന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം പാടുന്ന പിശാശ് കേട്ടോ. അടുത്ത ചോദ്യം, ഏത് ഗ്രീക്ക് ദേവനുമായാണ് ചങ്ങമ്പുഴയെ ഡോക്ടർ ലീലാവതി താരതമ്യം ചെയ്തത്? അതിൻ്റെ ഉത്തരം ഓർഫ്യൂസ് എന്നാണ്. ആരാണ്? ലീലാവതിയാണ് ആരായിട്ട് ഗ്രീക്ക് ദേവനായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുള്ളത്. ആ ഗ്രീക്ക് ദേവൻ്റെ പേരെന്തായിരുന്നു എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഓർഫ്യൂസ് എന്നത്. ഓർഫ്യൂസ് കേട്ടോ. അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ മോഹിനിയെ പരിഹസിച്ച് മോഹിതൻ എന്നെഴുതിയത് ആരാണെന്നാണ്. അപ്പോൾ ചങ്ങമ്പുഴയുടെ മോഹിനിയെ പരിഹസിച്ച് മോഹിതൻ എന്നിട്ട് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നല്ലോ, ഒരാളൊരു കവിത എഴുതുന്നു, അതിന് അങ്ങനെ എഴുതിയ ആരാന്നാണ് ചോദ്യം. മോഹിതൻ എഴുതിയത് ആരാന്നെന്നതാണ് ചോദ്യം. സഞ്ജയൻ എന്നതാണ് ഉത്തരം കേട്ടോ. സഞ്ജയൻ. അടുത്തത്, ചങ്ങമ്പുഴയുടെ മരണാന്തരം പ്രസിദ്ധീകരിച്ച സമാഹാരം. ചങ്ങമ്പുഴയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ സമാഹാരത്തിൻ്റെ പേര് ഏതാണെന്നാണ്. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്വരരാഗസുധ. ചോദ്യത്തിൻ്റെ ഉത്തരം സ്വരരാഗസുധ കേട്ടോ. അടുത്തത്, സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിന് അവതാരിക എഴുതിയത് ആരാണ്? അത് പൊൻകുളം വർക്കിയാണ് കേട്ടോ. ആരാണ്? പൊൻകുളം വർക്കിയാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇടപ്പള്ളിയുടെ ആദ്യകൃതി. ഇനി ഇടപ്പള്ളിയെ പറ്റിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. ഇടപ്പള്ളിയുടെ ആദ്യകൃതി എന്നതാണ് തുഷാരഹാരം എന്നതാണ്. തുഷാരഹാരമാണ് ഇടപ്പള്ളിയുടെ ആദ്യകൃതി. എൻ്റെ ഹാക്കി ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഹാ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ തന്നെ. അടുത്ത ചോദ്യം, ഇടപ്പള്ളിയുടെ അവസാന കവിത അതേതാണെന്നാണ്. ഇടപ്പള്ളിയുടെ ആദ്യ കവിത നമ്മൾ പറഞ്ഞു തുഷാരഹാരമാണ്. ഇടപ്പള്ളിയുടെ അവസാന കവിത നാളത്തെ പ്രഭാതമാണ്. നാളത്തെ പ്രഭാതം എന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ മണിനാഥത്തിൻ്റെ അവതാരികൻ ആരാണെന്നാണ്. ഇടപ്പള്ളിയുടെ മണിനാഥം എന്ന് പറയുന്ന കവിതയുടെ അവതാരിക എഴുതിയത് ആരാണെന്നാണ്. അതിൻ്റെ ഉത്തരം വരുന്നത് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി ബാലകൃഷ്ണപിള്ള കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ചോദ്യം, ഇടപ്പള്ളിയുടെ മരണശേഷം ഇടപ്പള്ളി കൃതികൾ പ്രസിദ്ധീകരിച്ചത് ആരാണ് എന്നതാണ്. അത് ചങ്ങമ്പുഴയാണ് കേട്ടോ. ഇടപ്പള്ളിയുടെ മരണശേഷം ഇടപ്പള്ളി കൃതികൾ പ്രസിദ്ധീകരിച്ചത് ആരാണ്? അത് ചങ്ങമ്പുഴയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇടപ്പള്ളി കവിതകളെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചത് ആരാണ്? അത് കേസരിയാണ്. ഇടപ്പള്ളി കവിതകളെ പരാജയ പ്രസ്ഥാനം എന്ന് വിളിച്ചത് അത് കേസരിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇടപ്പള്ളി കവിതകളെ കുറിച്ചുള്ള KP അപ്പൻ്റെ പഠനമാണ്. ആ പഠനത്തിൻ്റെ പേരാണ് മരണത്തിൻ്റെ സൗന്ദര്യം. KP അപ്പൻ ഇടപ്പള്ളി കവിതകളെ പറ്റി പഠിച്ചിട്ടുള്ളതിൻ്റെ ആ സമാഹാരത്തിൻ്റെ പേരാണ് മരണത്തിൻ്റെ സൗന്ദര്യം എന്നത് കേട്ടോ. അതുപോലെ തന്നെ ചങ്ങമ്പുഴയുടെ അവസാന കവിത ഏതാണെന്നാണ്. ചങ്ങമ്പുഴയുടെ അവസാന കവിത അത് നീറുന്ന തീച്ചൂള എന്നാണ്. നീറുന്ന തീച്ചൂള എന്നതാണ്. അടുത്തത്, ചങ്ങമ്പുഴയെക്കുറിച്ച് NK സാനുവിൻ്റെ പഠനം. സാനു ചങ്ങമ്പുഴയെ പറ്റി പഠിച്ചിട്ടുള്ള പഠനം ഏതാണെന്നാണ്. അത് നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്നതാണ് ഉത്തരം. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. അതുപോലെ തന്നെ മലയാളത്തിലെ റൊമാൻറ്റിക് ഔട്ട്സൈഡർ ആണ് ചങ്ങമ്പുഴ എന്ന് പറഞ്ഞത് ആരാണ്? ഭയങ്കര പ്രശസ്തമായ റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന് ചങ്ങമ്പുഴയെ പറഞ്ഞത് ആരാണ്? അത് KP അപ്പനാണ് കേട്ടോ. അതിൻ്റെ ഉത്തരം KP അപ്പൻ എന്നാണ്. അതുപോലെ തന്നെ ടാഗോറിൻ്റെ മിസ്റ്റിക് ഭാവങ്ങളെ മലയാളത്തിൽ അവതരിപ്പിച്ച കവി ആരാണെന്നാണ്. ടാഗോറിൻ്റെ മിസ്റ്റിക് ഭാവങ്ങളെ മലയാളത്തിൽ അവതരിപ്പിച്ച കവി അത് G ശങ്കരക്കുറുപ്പാണ് കേട്ടോ. G ശങ്കരക്കുറുപ്പ്. അതുപോലെ തന്നെ G രചിച്ച നാടകം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. G ശങ്കരക്കുറുപ്പ് രചിച്ച നാടകം ഇരുട്ടിന് മുൻപ് എന്നതാണ് അതിന് ഉത്തരം കേട്ടോ. അതിനുശേഷം നമ്മൾ നോക്കുന്നത് Gക്ക് ജ്ഞാനപീഠം ലഭിച്ച കവിത. അത് ഓടക്കുഴലാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. Gക്ക് ജ്ഞാനപീഠം ലഭിച്ചത് ഓടക്കുഴൽ എന്ന് പറയുന്ന കവിതയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ
ഓടക്കുഴലിന് അവതാരിക എഴുതിയത് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. എസ് ഗുപ്തൻ നായരാണ് ഓടക്കുഴലിന് അവതാരിക എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന പ്രശസ്ത നിരൂപണ ഗ്രന്ഥം രചിച്ചത് ആരാണ്? അത് സുകുമാരൻ അഴീക്കോടാണ് അത് എഴുതിയിട്ടുള്ളത് കേട്ടോ. ശങ്കരക്കുറുപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന നിരൂപണ ഗ്രന്ഥം രചിച്ചത് സുകുമാരൻ അഴീക്കോടാണ് കേട്ടോ. ഇനി ജി ശങ്കരക്കുറുപ്പിൻ്റെ അവസാന കവിത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അന്തി വെൺമുകിൽ എന്നാണ്. നോക്കൂ, അന്തി വെൺമുകിൽ കേട്ടോ. അതുപോലെ തന്നെ ഇടശ്ശേരിയെ ശക്തിയുടെ കവിയാക്കിയ കവിത, അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ശക്തിയുടെ കവി എന്ന് ഇടശ്ശേരിനെ വിളിക്കാൻ കാരണമായ കവിത എന്ന് പറയുന്നത് അത് പണിമുടക്കമാണ് കേട്ടോ, പണിമുടക്കമാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ പരിസ്ഥിതി കവിത കുറ്റിപ്പുറം പാലമാണ്. ഇടശ്ശേരിയുടെ കുറ്റിപ്പുറം പാലമാണ് ഏറ്റവും ആദ്യത്തെ പരിസ്ഥിതി കവിത എന്ന് പറയുന്നത്. ഇനി വനമഹോത്സവത്തിനായി ഇടശ്ശേരി രചിച്ച കവിത ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് പുളിമാവ് വെട്ടിയാണ്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട കവിത പുളിമാവ് വെട്ടിയാണ്. അപ്പം നമ്മളിതിൽ ചങ്ങമ്പുഴയെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇടപ്പള്ളിയെ പറ്റിയിട്ടും ഈ ശങ്കരക്കുറുപ്പിനെ പറ്റിയിട്ടാണ് നോക്കി ചെയ്തിട്ടുള്ളത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ മിക്കതും ആരെ പറ്റിയിട്ട് ഇടശ്ശേരിനെ പറ്റി കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് നോക്കാനുണ്ട്. വൈലോപ്പള്ളിയെ പറ്റിയിട്ട്, കുട്ടിക്കൃഷ്ണന്മാരെ പറ്റി അങ്ങനെ നമ്മൾ നോക്കുന്നതായിരിക്കും കേട്ടോ.